ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. 50 നോമ്പിൻ്റെ പുണ്യദിനങ്ങളിലാണ് നാം. നോമ്പും പ്രാർത്ഥനയും ഉപവാസവും അനുതാപവും ദാനധർമ്മവുമൊക്കെയായി 50 നോമ്പ് മുന്നേറുന്നു. ഇത്തരണത്തിൽ ഭാഗ്യസ്മരണാർഹനായ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വാക്കുകൾ വിചിന്തനീയമാണ്. മാർപ്പാപ്പ പറയുന്നു, ചില കൊച്ചു കാര്യങ്ങൾ നമ്മൾ അനുവർത്തിക്കണം, അത് നമ്മൾ ശീലമാക്കണം. നോമ്പുകാലത്ത് ശീലമാക്കിയാൽ ജീവിതകാലം മുഴുവൻ അത് തുടരാൻ സാധിക്കും. മാർപ്പാപ്പ പറയുന്ന ഒന്നാമത്തെ കാര്യം പുഞ്ചിരിക്കുക. നമ്മൾ പുഞ്ചിരിക്കുന്നവരാകണം. രണ്ടാമത് നന്ദി പറയുക. കൊച്ചു കൊച്ചു കാര്യങ്ങൾക്കാണെങ്കിലും നമ്മളൊരു നന്ദി പറയണം. ഒരു താങ്ക് യു എന്നൊക്കെ പറയുന്നതിന് വലിയ മൂല്യമുണ്ടെന്നാണ് പാപ്പ പറയുന്നത്. അതുപോലെ എന്നും കാണുന്നവരെ നമ്മളൊന്ന് അഭിവാദനം ചെയ്യണം, അവരൊന്ന് അഭിസംബോധന ചെയ്യണം, ഒരു അഭിവാദനം അവർക്ക് നൽകണം. പിന്നെ മറ്റുള്ളവർ പറയുന്ന കഥകളും അവരുടെ അനുഭവങ്ങളുമൊക്കെ നമ്മളൊന്ന് ശ്രവിക്കണം. അതൊക്കെ കേൾക്കാനായിട്ട് നമ്മളൊന്ന് ഇരുന്ന് കൊടുക്കണമെന്നാണ് പാപ്പ പറയുന്നത്. പാപ്പ പറയുകയാണ്, മാതാപിതാക്കളെ ബഹുമാനിക്കണം, അവരെ കൂടെ കാണണം. അവരെ നിങ്ങൾ ദൂരെയാണെങ്കിൽ അവരെ ഫോണിൽ വിളിക്കണം, കഴിയുമ്പോഴൊക്കെ സാധിക്കുമ്പോഴൊക്കെ അവരുമായി സംഭാഷണം നടത്തണം, കാണണം, നേരിട്ട് കാണണം. കോൾ ആൻഡ് കോൾ ഓൺ യുവർ പേരൻസ് എന്നാണ് പാപ്പ പറയുന്നവർ. പാപ്പ പറയാണ്, മറ്റുള്ളവരുടെ നന്മകൾ അത് നിങ്ങൾ ആഘോഷമാക്കണമെന്നേ. മറ്റുള്ളവരുടെ നന്മകളിൽ സന്തോഷിക്കാൻ പലപ്പോഴും നമുക്ക് സാധിക്കാറില്ല. പക്ഷേ മറ്റുള്ളവരുടെ നന്മകൾ ആഘോഷമാക്കണമെന്ന് പാപ്പ പറയുന്നു. എല്ലാവരുമായും നല്ല ബന്ധം പുലർത്തുക നോമ്പുകാല ചൈതന്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. എല്ലാവരുമായിട്ടും ആരോടും പിണങ്ങാതെ, മുഷിയാതെ, മുഖമുറിപ്പിച്ചിരിക്കാതെ എല്ലാവരുമായിട്ടും നല്ല ബന്ധത്തിലായിരിക്കുക. ഒരു വലിയ കാര്യം പപ്പ പറയുന്നത്, പരിസരം വൃത്തിയായി സൂക്ഷിക്കുക. നോമ്പുകാല ചൈതന്യത്തിൻ്റെ ഭാഗമാണ്. വീണ്ടും പപ്പ പറയുന്നു, മറ്റുള്ളവരുടെ തടസ്സങ്ങൾ പരിഹരിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അതൊക്കെ നമ്മൾ ചെയ്യണം. അതുപോലെ ചുറ്റുമുള്ളവരോട് നമുക്കുള്ള സ്നേഹവും കരുതലും അവർക്ക് ബോധ്യമാകും വിധം നമ്മൾ പെരുമാറണം. നിങ്ങളുടെ സഹായം ആവശ്യമുള്ളവർക്കെല്ലാം അത് നൽകണം, മടി കാണിക്കരുതെന്ന് പപ്പ പറയുന്നു. ചുറ്റുപാടുമുള്ളവരെ ഉന്മേഷഭരിതരാക്കുന്നവരായി നിങ്ങൾ മാറണം. നിങ്ങളാരെയും ബോറടിപ്പിക്കരുതെന്ന് പച്ച മലയാളം. തിരുത്തലുകൾ നൽകണം, പക്ഷെ അത് വളരെ സ്നേഹപൂർവ്വം നൽകണമെന്ന് പാപ്പ ഓർമ്മപ്പെടുത്തുന്നു. ഇനി വിശ്രമം ആവശ്യമുള്ളവർക്കെല്ലാം വിശ്രമം നൽകാനും നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇതൊക്കെയാണ് നോമ്പുകാല ചൈതന്യമായിട്ട് പാപ്പ പറയുന്നത്. നമുക്കതൊക്കെ അനുവർത്തിക്കാൻ ശ്രമിക്കാം. ആമേൻ.